ഹലോ ഗൈസ്, അപ്പോൾ ഞാനും ശങ്കരനും കൂടി ഈവനിങ് ആയപ്പോൾ ഒന്ന് കറങ്ങാൻ ഇറങ്ങി കേട്ടോ. സംഭവം വേറൊന്നുമല്ല, ഐസ്ക്രീം കഴിക്കണം, ഫ്രൂട്ട് സാലഡ് കഴിക്കണം, ഷേക്ക് കഴിക്കണം, ഇതൊക്കെയായിരുന്നു ഉദ്ദേശം. അങ്ങനെ നേരെ ഞങ്ങൾ പള്ളുരുത്തി വെളിയിൽ കുട്ടനേട്ടൻ്റെ ഒരു ഐസ്ക്രീം കിട്ടുന്ന കടയുണ്ട് കേട്ടോ. ഫേമസ് ആണ്, വെളിയിലാണ്. പക്ഷേ അവിടെ ഇതിപ്പോൾ രണ്ടാം തവണയാണ് കേട്ടോ ഞങ്ങൾ ചെല്ലുമ്പോൾ കട പൂട്ടിയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ആകെ വിഷമായി. പിന്നെ അവൻ പറഞ്ഞു വേറൊരു കടയുണ്ട്, അവനും അച്ഛനും കൂടി ഇടയ്ക്ക് വന്നിട്ട് ജ്യൂസൊക്കെ കുടിക്കാറുണ്ട്, അമ്മ നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞു. നല്ലതാണോടാന്ന് ഞാൻ ചോദിച്ചിട്ടോ. അപ്പോൾ അവൻ പറഞ്ഞു സൂപ്പറാണമ്മ, ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ടിട്ട് ഞാൻ ഇതുവരെ അവരുടെ കൂടെ അവിടെ പോയിട്ടില്ല, എന്നാൽ പിന്നെ അവിടെ പോയി കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങോട്ട് നടന്നു. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ആദ്യമേ ഒന്നും അടിച്ചെങ്കിലും കയറി ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ചളിപ്പൊക്കെ അങ്ങോട്ട് മാറി. പിന്നെ ഞാനും അവനും കൂടി അവനൊരു ചോക്ലേറ്റ് ഷേക്കും ഞാൻ ഫ്രൂട്ട് സാലഡുമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. കുട്ടനേട്ടൻ്റെ കടയിലെന്ന് വെച്ചാൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഗ്ലാസ് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും. കാരണം ഇങ്ങനെ ഐസ്ക്രീംസ് മുകളിലായിട്ട് ഇങ്ങനെ പൊക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അത് കാണുമ്പോൾ തന്നെ ഒരു അഴകാണ്. അപ്പോൾ നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ അയ്യോ നമ്മൾ വയറ് നിറഞ്ഞിരിക്കും. ഇവിടെ പിന്നെ ക്വാണ്ടിറ്റി അത്ര ഇല്ല, പക്ഷേ അടിപൊളിയായിരുന്നു. കാരണം ഫ്രൂട്ട് സാലഡിൽ മൊത്തത്തിൽ നല്ല നട്ട്സ്, നല്ല ക്വാളിറ്റി നട്ട്സും പിന്നെ കുറേ ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ശങ്കരൻ്റെ ചോക്ലേറ്റ് ഷേക്ക് അവനും ഇഷ്ടമായി. അതിന് തണുപ്പ് കുറച്ച് കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അത് അത്തരം കുടിച്ചില്ല. എൻ്റെ ഫ്രൂട്ട് സാലഡ് കൊണ്ട് തന്നെ ഞാൻ തൃപ്തിയായി. പിന്നെ അവന് ഞാനൊരു അറേബ്യൻ ഷേക്ക് കൂടി ഓർഡർ ചെയ്തു, അപ്പോൾ അവനത് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഷേക്സും നമ്മുടെ ഫ്രൂട്ട് സാലഡൊക്കെ കഴിച്ച് ഇന്ന് ഈവനിങ് അടിപൊളിയാക്കി. ഉച്ചയ്ക്ക് മന്തി ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ അത് കുറേ ബാക്കി ഇരിക്കുന്നുണ്ട്, ഡിന്നറിനും കഴിക്കാനുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ റെസ്റ്റോറൻറ്റിലൊന്നും കയറിയില്ല. അങ്ങനെ ഞങ്ങൾ ഷേക്സും ഫ്രൂട്ട് സാലഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് പോന്നു. വരുന്ന വഴിക്ക് എൻ്റെ വീട്ടിലൊന്ന് കയറി കുറച്ച് നേരം അവിടെ ഇരുന്നു. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഒരു 9-9:30 മണിയായപ്പോൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് വിശേഷം. അപ്പോൾ ഹാപ്പി വീക്കെൻഡ് എല്ലാവരും. സാറ്റർഡേ സൺഡേ ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.